ചായ. എന്താ നീ? ഒരു കാര്യം പറയാനുണ്ട്. ഒരു നിമിഷം. എന്താ കാര്യം? ബേബിച്ചായം വരാൻ വേണ്ടിയാണ് ഇത്രയും നാൾ ഞാനിവിടെ കാത്തിരുന്നത്. ഇനി അധികം നാൾ ഒരു തെറ്റും ചെയ്യാത്ത പാവത്തിനെ ശിക്ഷിക്കാൻ എനിക്ക് വയ്യ. നീന പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. കുറച്ചുനാൾ ബേബിച്ചായം ഭാര്യയുമായി പിണങ്ങി ബോംബെയിൽ താമസിച്ചിരുന്ന ഓർമ്മയുണ്ടോ? അതുകൊണ്ട് അപ്പോ അവിടെ വെച്ചൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. മീന. പരിചയപ്പെട്ടു, സ്നേഹിച്ചു. അവസാനം വിവാഹം ചെയ്യാമെന്ന് വാക്കു കൊടുത്തു. വഞ്ചിച്ചിട്ട് കടന്നു കളഞ്ഞു. നിങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകിയിട്ട് അവൾ മരിച്ചു. ഓർമ്മയില്ലേ? മീന, ഒരു പാവം മീന. അതെന്റെ സഹോദരിയാണ്. അവളുടെ കുഞ്ഞാണ് എന്റെ കൂടെ ഉള്ളത്. അമ്മയില്ലാത്ത കുഞ്ഞിനെ അച്ഛനെ ഏൽപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞാനിത് വിശ്വസിക്കില്ല. മനസ്സ് വിശ്വസിക്കാത്തതോ അതോ വിശ്വസിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ? ഞാൻ നീന പറഞ്ഞ മുഴുവൻ സത്യമായിരിക്കും. ആണ്. സമ്മതിച്ചു. പക്ഷെ ഒരിക്കൽ വാടാൻ തുടങ്ങിയ എന്റെ കുടുംബജീവിതം വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ വളർത്തിയെടുത്തത്. എത്ര ക്രൂരത ചെയ്യേണ്ടി വന്നാലും ഇനി നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കാരെ അറിയില്ല, ആരെയും. നിങ്ങൾ ചെയ്ത പാവത്തിന് ബലിയാടാകേണ്ടി വന്നത് ബോബിയാണ്. ഒരുപാട് ദ്രോഹിച്ചു ഞാൻ ആ പാവത്തിനെ. ഇനിയും വയ്യ. സത്യം ഞാൻ എല്ലാവരോടും പറയും. നീ എന്നെ വെറുതെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കരുത്. നിനക്കെന്താ വേണ്ടത്? ഈ കുഞ്ഞിന് ഉണ്ണാനും ഉടുക്കാനും പഠിക്കാനും വളരാനും വേണ്ട എന്ത് വേണമെങ്കിലും ഞാൻ തരാം. എത്ര പണം വേണമെങ്കിലും പറയൂ. എന്താ വേണ്ടത്? ആ കുഞ്ഞിനൊരു അച്ഛൻ വേണം. സ്വന്തം അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അനാഥയായിട്ട് അവൾ വളരാൻ ഞാൻ സമ്മതിക്കില്ല. അതാണ് എന്റെ ആവശ്യം. നിന്റെ ആ മോഹം നടക്കില്ല. നിന്റെ ഒരു കഥ ഇവിടെ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നുണ്ട്. ഈ പുതിയ കഥ എത്ര സത്യമാണെങ്കിലും അതൊക്കെ നുണക്കഥയാക്കി കാണിക്കാൻ എനിക്ക് കഴിയും. ഒരാളും നിന്നെ വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിക്കും. ഇത്രയും വലിയൊരു ദ്രോഹം എന്റെ മോൻ എങ്ങനെ ചെയ്യാൻ സാധിച്ചു? ഡാഡി, ഞാൻ വേണ്ട. ഒരുപാട് വാക്കുകൾ ശ്രദ്ധിച്ച് പെറുക്കിയെടുക്കേണ്ടി വരും. വൃത്തികേടില്ലാത്ത രീതിയിൽ നീ ചെയ്ത വൃത്തികേട് എന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ. നിനക്കതിനുള്ള മാനസികാവസ്ഥ ഇപ്പോഴില്ലെന്ന് എനിക്കറിയാം. നിനക്ക് പക്ഷത്തുപിക്കാം, മാപ്പ് ചോദിക്കാം, നിഷേധിക്കാം. പക്ഷെ ഈ സന്ദർഭത്തിൽ ഇവിടെ ഇതൊന്നും പരിഹാരമല്ല. ഞാൻ എന്ത് വേണമെന്നായി പറയുന്നത്? ഇങ്ങനെ ഒരു ചുറ്റുപാടിൽ ഈ ഒരു ചോദ്യം മാത്രമേ നിനക്ക് ചോദിക്കാനാവൂ. ആഘാതങ്ങൾ അടുത്തടുത്ത് വന്നതുകൊണ്ടാവാം സ്വല്പം വിവേചനാബുദ്ധിയോടെ ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നത്. പക്ഷെ ഒരു തീരുമാനമെടുക്കാനാവുന്നില്ല. നിനക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞില്ലേ? Now the ball is in our court. You may go. ഡാഡി, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഞാൻ തെറ്റ് ചെയ്തു പോയി. തിരുത്താൻ മനസ്സിലാഞ്ഞിട്ടല്ല. ഒരിക്കൽ തകർന്നത് ഒട്ടിച്ചേർത്ത് നിങ്ങളെല്ലാം കൂടാണ്. റീനെ അറിഞ്ഞാൽ ഒരു കുഞ്ഞിന് അച്ഛനുണ്ടാവുമ്പോൾ മറ്റഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതാവും. ഏത് തുലാസിലാണ് ഭാരം കൂടുതലിടേണ്ടതെന്ന് പറയൂ. ഞാനത് ചെയ്യാം. എന്താ ആലോചിക്കുന്നത്? വെറുതെ. കഴിഞ്ഞൊന്നും ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. നീന നല്ല പെണ്ണ. അവൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നതോ ഇല്ലയോ എന്നത് പോട്ടെ. ഒരിക്കൽ നീ മനസ്സോർന്ന് സ്നേഹിച്ച പെൺകുട്ടിയല്ലേ. ഇപ്പോഴും നിന്റെ മനസ്സിലെവിടെയോ അവക്കൊരു സ്ഥാനമില്ലേ? പറഞ്ഞു വരുന്ന മനസ്സിലായി. ഞാൻ അവളെ വിവാഹം ചെയ്യണം അല്ലേ? ഈ സോപ്പ് വാങ്ങിക്കുമ്പോൾ ചീപ്പ് ഫ്രീ എന്ന് പറയുമ്പോഴത്തെ ഒരു അട്രാക്ഷൻ ഇതിലുണ്ട്. അവളെ കെട്ടിയാൽ ഒരു കൊച്ചു ഫ്രീ അല്ലേ? ബേബി ചായനാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഞാനാണെങ്കിൽ സ്വീകരിക്കും. അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത്.
എങ്കിൽ സ്വീകരിക്കേ. നട്ടല് നിവൃത്തി എന്ന് പറ, നിങ്ങളാണ് ആ കൊച്ചിന്റെ അച്ഛനെന്ന്. ബോബി, എല്ലാം എനിക്കറിയാം. തകർന്നു പോയി ഞാൻ കേട്ടപ്പോ. എന്റെ മനസ്സിൽ ആകാശത്തോളം ഒരു കോട്ട കെട്ടി ഉയർത്തി അതിനുള്ളിൽ ഒരു സ്വർണ്ണ സിംഹാസനം മണിച്ചാ ഞാൻ നിങ്ങളെ ഇരുത്തിയിരുന്നത്. എന്നിട്ട് കാലണ വിലയില്ലാത്ത തെരുവ് തണ്ടികൾ പോലും കാണിക്കാത്ത ചെറ്റത്തരം നിങ്ങൾ കാണിച്ചു എന്ന് അറിഞ്ഞപ്പോ നിങ്ങളോടല്ല, നിങ്ങളെ ഇത്ര അധികം ആരാധിച്ച എന്നോടാണ് എനിക്ക് പുച്ഛം തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെ? വേണ്ട, പറഞ്ഞിടത്തോളം മതി. ഇവിടെ ഒന്നോ വലിഞ്ഞു കയറി ഒരു തെറിച്ചപ്പെട്ടിന്റെ കള്ളക്കത്തോളം കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ അവൾ വളരെ നല്ല പെണ്ണാണെന്ന്. സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് നന്മയും തിന്മയും സൗകര്യപൂർവ്വം മാറ്റിമറിക്കാൻ കഴിവുള്ള ആളാണല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു പെണ്ണിനെ പഴിപ്പിച്ചിട്ട് പുല്ലുപോലെ ഒരു ഉളുപ്പില്ല ജെന്റിൽമെൻ ചവഞ്ഞ് നടക്കുന്നത്. ബഹുമാനമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അന്നായിരുന്നെങ്കിൽ ഈ കൈ കൊണ്ട് ഒരു അടി കൊള്ളുന്നത് അന്തസ്സായിട്ട് കരുതിയനെ. ഇപ്പോഴതില്ല. ഞാൻ എങ്ങനാവും പ്രതികരിക്കുക എന്ന് എനിക്ക് അറിയില്ല. ബോബി, ഇനി ഇതും കൂടെ കാണാൻ ബാക്കിയുള്ളൂ. കുഞ്ഞിലെ പോലെ നിങ്ങൾ കെട്ടിപ്പിടിച്ചും പൊട്ടിച്ചിരിച്ചും നടക്കുന്ന കണ്ട് സന്തോഷം കൊണ്ട് എന്നെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. പലതും സഹിച്ചു. ഇനി നിങ്ങൾ തമ്മിൽ തല്ലിച്ചാവുന്ന കാണാൻ എനിക്ക് വയ്യ. ഇത്രയൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്ത് പാവമാടാ ചെയ്തേ. ബോബി, എനിക്ക് നിന്നോട് ഒന്ന് പറയാനുണ്ട്. മാനവും മര്യാദയും പോകാവുന്നിടത്തോളം പോയി. ഇനി കുടുംബത്തിന് തകർച്ച ബാക്കിയുള്ളൂ. എന്റെ അധികാരമായിട്ടോ നിന്നെ വളർത്തിയതിന്റെ കൂലിയായിട്ടോ കരുതാം. നീ വേണ്ട ഡാഡി, ഡാഡി അത് പറയണ്ട. മനസ്സിലായി. എന്തൊക്കെയായാലും ഞാൻ വളർത്തു മകനല്ലേ. രണ്ടാം സ്ഥാനമല്ലേ എനിക്കുള്ളൂ. ആ കുഞ്ഞിന്റെ പിതൃത്വം ഞാൻ ഏറ്റെടുക്കാം. ഇത്രയും നാൾ എനിക്ക് ഈ വീട്ടിൽ വിളമ്പിയ ചോറിന് നന്ദി കാണിക്കാനുള്ള ഒരു അവസരമായിട്ടേ ഞാനത് കാണുന്നുള്ളൂ. ഡാഡിയുടെ മകൻ എന്നും മാന്യനായി തന്നെ കഴിയട്ടെ.